അനുമോളും അനീഷും വീണ്ടും ഒന്നിച്ചു. ബിഗ് ബോസ് സീസൺ 7 അതിൽ ഇന്നത്തെ ലൈവ് അപ്ഡേഷൻ പറയുകയാണെങ്കിൽ അനീഷ് അനുമോളിനെ വിളിച്ചിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി സംസാരിച്ച് ഊഞ്ഞാലിലിരുന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചു. അനീഷ് അനുമോളോട് പറഞ്ഞു, എനിക്കൊരിഷ്ടം തോന്നി, അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇനി അതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല, പ്രോബ്ലങ്ങളുമില്ല, എൻ്റെ മനസ്സിലൊന്നുമില്ല. തിരിച്ച് അനുമോൾ അങ്ങനെ പറയുമെന്ന് വിചാരിച്ചു, അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ മനസ്സിപ്പോൾ ക്ലിയറായി, ഇപ്പോൾ വേറൊരു പ്രോബ്ലം ഇല്ല എന്ന് അനുമോളോട് അനീഷ് പറഞ്ഞു. ഒരു മാപ്പ് പറയുന്നതിന് തുല്യമായിട്ടാണ് പറഞ്ഞത്. സോറി എല്ലാം പറഞ്ഞു, നീ അങ്ങനെയൊന്നും വിചാരിക്കരുത്, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നെല്ലാം അനീഷ് പറഞ്ഞു. പിന്നെ ഇത് പറയാൻ കാരണം രാവിലെയും അക്ബറും നെവിനും എല്ലാം അനുമോളെയും അനീഷിനായിട്ട് കളിയാക്കുന്നതെല്ലാം കണ്ടതുകൊണ്ടാണ്, അനുമോളായിട്ട് കളിയാക്കുന്നതെല്ലാം കണ്ടതുകൊണ്ടാണ് അനീഷിന് പാവം തോന്നിയിട്ട് മാറ്റിയിരുത്തി രണ്ടുപേരും കൂടി സംസാരിച്ചപ്പോൾ അനുമോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്തുകൊണ്ടാണ് എന്നെ അങ്ങനെ തോന്നിയത്, ചേട്ടൻ എന്തുകൊണ്ടാണ് അങ്ങനെ എന്നെ തോന്നിയത് എന്ന് ഞാൻ തിരിച്ച് പറയുമെന്ന് തോന്നിയതെന്ന്. അതായത് ഇഷ്ടം എന്തുകൊണ്ടാണെന്നല്ല, തിരിച്ചും അനുമോൾ അങ്ങനെ പറയുമെന്ന് തോന്നിയതെന്ന് ചോദിക്കുന്നുണ്ടോ. അപ്പോൾ അനീഷ് പറഞ്ഞു, അതങ്ങനെ തോന്നി ഓരോരോ. അപ്പോൾ അനുമോൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണ് തോന്നിയതെന്ന്. കാരണം അനുമോളുടെയും ഷാനവാസിൻ്റെയും ഇവരുടെ എല്ലാം കളികളും, പിന്നെ അനീഷ് ഇതുപോലെയൊന്നും കളിച്ചിട്ടുണ്ടാവില്ല, ഇതുപോലെയൊന്നും പെൺകുട്ടികളെ എങ്ങനെ കാണിക്കുന്നതും ഇവർക്കൊരു തമാശയാണ്. പ്രത്യേകിച്ച് അനുമോൾക്ക് ഇതെല്ലാം ഒരു തമാശയാണ്. കാരണം മറ്റേ അനുമോളുടെ പ്രോഗ്രാം കണ്ട മനസ്സിലാവും തന്നെ, സ്റ്റാർ അങ്ങനെ എന്തൊരു പ്രോഗ്രാമിനുള്ള ഫേമസ് ആയത്. ആ പ്രോഗ്രാമിൽ കണ്ട ആ തങ്കച്ചനായിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരുന്നു അനീഷിന്. അപ്പോൾ അതൊന്നും അനീഷ് കണ്ടിട്ടുണ്ടാവില്ല. അനുമോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു പൊട്ടിപ്പെണ്ണാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അനുമോളിനെ ട്രോളാൻ മാത്രം ഒന്നും അനുമോളൊന്നും ചെയ്തിട്ടില്ല. അനുമോൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാമായിരുന്നു. ഓക്കെ, നമുക്ക് പുറത്ത് പോയിട്ട് ആലോചിക്കാം ചേട്ടാ, ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഇത്ര ദിവസമല്ലേ ഉള്ളൂ, എനിക്ക് ആലോചിക്കാനുണ്ട് എന്നെങ്കിലും ദിൽഷ പറഞ്ഞതുപോലെ പറയാമായിരുന്നു. ദിൽഷ റോബിനോട് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് റോബിൻ്റെ ആളുകളുടെ വോട്ടും കൂടി മേടിച്ചിട്ട് ചെയ്തു. കാരണം റോബിൻ പറഞ്ഞപ്പോൾ ദിൽഷ ഒരിക്കൽ പോലും നോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്തത് കണ്ട ആളുകളൊക്കെ എന്തിനാണ് അനുമോളെ കുറ്റം പറയുന്നതെന്ന് മനസ്സിലാവാത്തത്. അനുമോൾക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പറയാമായിരുന്നു, നമുക്ക് പുറത്ത് വെച്ചിട്ട് ആലോചിക്കാം മനീഷേട്ടാ, ഇപ്പം അങ്ങനെ പൊക്കോട്ടെ, എനിക്ക് ആലോചിക്കാൻ സമയം വേണം, വീട്ടിൽ പോയി ആലോചിക്കാമെന്ന് പറയാമായിരുന്നു. അനുമോൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അത് ഈ ജനങ്ങൾ കാണുന്നില്ല. ഞാൻ അനുമോളുടെ ഭാഗം പറയല്ല, പക്ഷേ അങ്ങനെ പറയാമായിരുന്നല്ലോ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് അനീഷും അനുമോളും വിജയിക്കട്ടെ, ഇവർക്ക് തന്നെ വോട്ട് കിട്ടാനോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. അതൊന്നും ഹേറ്റേഴ്സ് വന്നാലോ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അതിന് കൂടുതലായിട്ട്, പിന്നെ ക്യൂട്ട്നെസ് വാരി അറിയുന്നുണ്ട്, അത് അനുമോളുടെ ക്യാരക്ടറാണ്. അനുമോളുടെ വീഡിയോസുകളും അനുമോളുടെ പഴയ സംഭവങ്ങളെല്ലാം പഴയ വീഡിയോസുകളെല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ക്യൂട്ട്നെസ് വാരി അറിയുന്ന ആളാണ് അനുമോൾ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയില്ല, പക്ഷേ അനുമോൾ ക്യൂട്ട്നെസ് വാരി അറിയും. അപ്പോൾ ഞായറാഴ്ച ടാലൻ്റ് എപ്പിസോഡിലാണെങ്കിലും ക്യൂട്ട്നെസ് വാരി എതിരായിരുന്നു. പിന്നെ എപ്പോഴും ഇത് അനീഷ് പറയുമ്പോഴും അനുമോൾ അങ്ങനെ ചിരിക്കുകയായിരുന്നു. അനുമോളുടെ ഇതുവരെ 10 വർഷമായി ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ, ദേഷ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനീഷിനോട്. അങ്ങനെ അനീഷ് എല്ലാ കാര്യവും ക്ലിയറാക്കി. എന്തായാലും ഇനിയെങ്കിലും അനുമോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ച് പറയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ അനുമോൾക്ക് കുറച്ചുകൂടി ഹേറ്റേഴ്സ് കുറയും. അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കുറച്ച് ഹേറ്റേഴ്സ് ഇപ്പോൾ അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലെന്നില്ല, ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. അത് അനുമോൾക്ക് അറിയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ എന്തായാലും അനീഷ് ഒരു നല്ലൊരു മാന്യനായ വ്യക്തിയായിട്ട് തോന്നി. ഇനി ഇതെല്ലാം അനീഷിൻ്റെ ഗെയിമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 90% ഇത് ഗെയിമല്ല, ഒറിജിനൽ അനീഷാണ് എന്നാണ് തോന്നുന്നത്. പിന്നെന്താണ്, ആളുടെ ഫസ്റ്റത്തെ വന്ന വരവ് ഒരു 10-50 ദിവസത്തെയും ഇപ്പോഴത്തെയും നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു എന്ന് മാത്രം.